Good morning to all. ലോകമറിയുന്ന അക്കാദമിഷ്യനും സാമ്പത്തിക ശാസ്ത്രജ്ഞനും ദളിത് ചിന്തകനും അധ്യാപകനുമായിരുന്ന ഡോക്ടർ എം കുഞ്ഞാമനെ ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിലെ ഇക്കണോമിക്സ് വിഭാഗം അനുസ്മരിക്കുന്നു. കേരളത്തിലെ അംബേദ്കർ എന്ന് വിശേഷിപ്പിക്കാവുന്ന സാമ്പത്തിക ശാസ്ത്ര ബിരുദാനന്തര ബിരുദത്തിൽ ഡോക്ടർ കെ.ആർ. നാരായണന് ശേഷം ഒന്നാം റാങ്ക് നേടുന്ന ആദ്യ ദളിത് കേരളീയൻ എന്ന് വിശേഷണമുള്ള 20ാം നൂറ്റാണ്ടിലെ രാജ്യം കണ്ട മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനുമായ ഡോക്ടർ എം കുഞ്ഞാമനെ കുറിച്ച് ഇക്കണോമിക്സ് വിഭാഗം തയ്യാറാക്കിയ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നു. ഡോക്ടർ എം കുഞ്ഞാമൻ അനുസ്മരണ സംഗമം ഉദ്ഘാടന സെഷൻ ആരംഭിക്കുന്നു. പ്രാർത്ഥനയ്ക്കായി ഫസ്റ്റ് BA എക്കണോമിക്സ് സ്റ്റുഡന്റ് യദു കൃഷ്ണനെ ക്ഷണിക്കുന്നു. സത്യമായി ശുദ്ധ സ്നേഹമായി ദിവ്യജ്ഞാനമായി വാഴും ദൈവമേ, നിത്യവും നിൻ കൃപാകടാക്ഷങ്ങൾ ഏകനീ ഞങ്ങൾക്കെപ്പോഴും. പാരിലാലംബഹീനരായോരെ സേവിപ്പാൻ ശക്തി നൽകണം. സത്യധർമാതി സദ്ഗുണങ്ങളാൽ ജീവിതം ധന്യമാക്കണം. ബുദ്ധനും മഹാവിഷ്ണുവും യേശു ക്രിസ്തുവും നബിയല്ലാഹും എല്ലാമേകമാണെന്ന വേദാന്തം ഞങ്ങളിൽ ദൃഢമാക്കണം. പ്രസ്തുത പരിപാടിയിലേക്ക് ഏവരെയും സ്വാഗതം ചെയ്യുന്നതിനായി എക്കണോമിക്സ് അസോസിയേഷൻ സെക്രട്ടറി മുർഷിദ VSനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഈ പരിപാടിയുടെ ടൈറ്റിൽ എന്ന് പറയുന്നത് നിങ്ങളെല്ലാവരും പോസ്റ്ററിലൊക്കെ ശ്രദ്ധിച്ചതുപോലെ തന്നെ ഡോക്ടർ എം കുഞ്ഞാമൻ കമ്മമറേറ്റീവ് മീറ്റിംഗ് ആൻഡ് ഡോക്യുമെന്ററി സ്ക്രീനിങ്. അദ്ദേഹത്തെ അനുസ്മരിച്ചുകൊണ്ട് നമ്മൾ സംസാരിക്കുകയാണ്. പക്ഷെ അതിനു മുന്നേ നമ്മളെല്ലാവരും ഡോക്ടർ കുഞ്ഞാമൻ ആരാണെന്നറിയാം. ഇവിടെ ഞാൻ ഈ ഒരു വിഷയം പറയുന്നതിന് മുന്നേ ഡോക്ടർ കുഞ്ഞാമനെ കുറിച്ച് കേട്ടിട്ടില്ല ആരെങ്കിലും? വെറും 2 പേര് മാത്രമാണ് ഉള്ളത്. നമ്മളൊക്കെ എക്കണോമിക്സ് സ്റ്റുഡന്റുകളാണല്ലേ, അല്ലെ? എക്കണോമിക്സ് വിദ്യാർത്ഥികളാണ്. കേരളം കണ്ട മികച്ച സാമ്പത്തിക ശാസ്ത്രജ്ഞനാണ് അദ്ദേഹം. ഇന്ന് വരെ നമ്മൾ എവിടെയെങ്കിലും അദ്ദേഹത്തെ കുറിച്ച് കേട്ടിട്ടുണ്ടോ? എന്തുകൊണ്ട് കേട്ടില്ല? ഒരുപാട് തീസിസുകൾ അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അതുപോലെ തന്നെ അഡറൈസേഷനെ കുറിച്ച് ഒരുപാട് സംസാരിച്ചിട്ടുണ്ട്. ദളിത് എക്കണോമിക്സ് എന്ന് പറയുന്ന ഒരു പുതിയ ശാഖ തന്നെ ഡെവലപ്പ് ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. ഇത്തരത്തിലുള്ള ഒരു മഹാനായ വ്യക്തിത്വത്തെ കുറിച്ച് എന്തുകൊണ്ട് എക്കണോമിക്സ് വിദ്യാർത്ഥികൾ പോലും ചർച്ച ചെയ്യുന്നില്ല എന്നുള്ളത് നമ്മൾ ദളിതരോട് എത്രത്തോളം അവജ്ഞ കാണിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവർ എത്രത്തോളം നമ്മുടെ സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട് എന്നുള്ളതിന്റെ ഉത്തമ ഉദാഹരണമാണ്. കഴിവുകളില്ലാത്തത് കൊണ്ടല്ല, ഒരുപാട് കഴിവുകൾ ഉണ്ടായിരുന്ന ഒരു മനുഷ്യനായിരുന്നു. ലെക്ചർ തസ്തികയിലേക്ക് 1ാം റാങ്ക് നേടിയാണ് അദ്ദേഹം കടന്നു വരുന്നത്. 1ാം റാങ്ക് നേടുന്ന സമയത്ത് നമ്മളെല്ലാവരും സാധാരണ 1ാം റാങ്ക് കിട്ടിയ എന്താ ചെയ്യുക? ഫസ്റ്റ് നിയമനം അദ്ദേഹത്തിന്റെ ആയിരിക്കും. പക്ഷെ അദ്ദേഹത്തോട് പറഞ്ഞത് ദളിത് വിഭാഗങ്ങളിൽ നിന്ന് ഷെഡ്യൂൾഡ് അല്ലെങ്കിൽ റിസർവേഷനിലൊരു സീറ്റ് വരട്ടെ, എന്നിട്ട് വേണമെങ്കിൽ പരിഗണിക്കാം എന്നുള്ള രീതിയിലായിരുന്നു അദ്ദേഹത്തോട് സംസാരിച്ചിട്ടുണ്ടായിരുന്നത്. പൊതുസമൂഹത്തോട് കഷ്ടപ്പെട്ട് പടപൊരുതി 1ാം റാങ്ക് നേടുന്ന അദ്ദേഹത്തിന് കൊടുക്കാവുന്ന ഒരു ആദരവാണ് കൊടുത്തത്. സാധാരണ രീതിയിൽ മുന്നോട്ട് വന്നിട്ടുള്ള ആളുകൾക്ക് കൊടുക്കുന്ന അർഹതയ്ക്കുള്ള അംഗീകാരം പോലും അദ്ദേഹത്തിന് കേരള സമൂഹം കൊടുക്കാൻ തയ്യാറായിട്ടുണ്ടായിരുന്നില്ല എന്നുള്ളതാണ്. നമ്മൾ ഇപ്പൊ ഇദ്ദേഹത്തെ കുറിച്ച് സംസാരിക്കേണ്ടി വരുന്നത് അദ്ദേഹം കഴിഞ്ഞ ഒരു മാസം മുന്നേ അദ്ദേഹം നമ്മളിൽ നിന്ന് വിട പറഞ്ഞു. ഒരുപാട് നിങ്ങൾ ഡോക്യുമെന്ററി കാണുന്ന സമയത്ത് നിങ്ങൾക്ക് മനസ്സിലാവും. ഒരുപാട് പേര് ഞാനിങ്ങനെ ഇന്റർവ്യൂ ചെയ്യാൻ വേണ്ടി പോയിട്ടുണ്ടായിരുന്ന സമയത്ത് ഒരാൾ പറഞ്ഞത് എങ്ങനെയാണ്, മരിച്ചാൽ ഏറ്റുപിടിച്ചുകൊണ്ട് നടക്കാന്, ഒരു മനുഷ്യന് മരിച്ചാൽ പിന്നെ പൊക്കി പിടിച്ചുകൊണ്ട് നടക്കാന് കേരളീയ സമൂഹത്തിന് ഭയങ്കര സന്തോഷമാണ്. അതിന് നമ്മൾ മിടുക്കന്മാരാണ്. അതുവരെ നമ്മൾ ഞാൻ പരിഗണിക്കുക പോലും ചെയ്യില്ല എന്നുള്ളതാണ്. നമ്മൾ
ഞാനിപ്പോ അല്ലെങ്കിൽ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് ഈ ഒരു ഉദ്യമത്തിന് വേണ്ടി ഇറങ്ങി തിരിച്ചത് അദ്ദേഹത്തെ എല്ലാവരും അറിയണം. അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്ന പൊളിറ്റിക്സ്, അദ്ദേഹം ഉയർത്തിയിട്ടുണ്ടായിരുന്ന എക്കണോമിക്സിന്റെ ചിന്തകൾ, തോട്ട്സ് നമ്മളെല്ലാവരും മനസ്സിലാക്കണം. അറ്റ്ലീസ്റ്റ് എക്കണോമിക്സ് വിദ്യാർത്ഥികളെങ്കിലും മനസ്സിലാക്കണം എന്നുള്ളതാണ് എന്റെ ഒരു അഭിപ്രായത്തിൽ. എന്റെ ഒരു സന്തോഷം എന്ന് വെച്ചാൽ ഇന്ന് വരെ കുഞ്ഞാമനെ കുറിച്ച് അറിയാൻ 150ഓളം വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പരിപാടിയിലൂടെ കുഞ്ഞാമനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് തന്നെയാണ് ഈ പരിപാടിയുടെ ഏറ്റവും വലിയ വിജയം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോ കൂടുതൽ പറഞ്ഞ് ദീർഘിപ്പിക്കുന്നില്ല. അദ്ദേഹത്തെ കുറിച്ച് ഇനി വരുന്ന സംസാരങ്ങളിൽ കൂടുതലായിട്ടുണ്ടാവും. നമുക്ക് എല്ലാവർക്കും അദ്ദേഹത്തിന്റെ പൊളിറ്റിക്സ് ഉയർത്തിപ്പിടിക്കാൻ കഴിയട്ടെ എന്നുള്ള ഒരു ആശംസകൾ നേർന്നുകൊണ്ട് ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ആശംസിക്കുകയാണ്. ആദ്യമായി ഈ പരിപാടിയുടെ ഇനോഗ്രേഷൻ ഉദ്ഘാടനം നടത്തുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള ഗവൺമെന്റ് കോളേജ് ചിറ്റൂരിലെ പ്രിൻസിപ്പൽ ആയിട്ടുള്ള ഡോക്ടർ രജി സാറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയിൽ മുഖ്യ പ്രഭാഷണം നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള MG യൂണിവേഴ്സിറ്റി കോട്ടയത്തിലെ MG യൂണിവേഴ്സിറ്റി സർവകലാശാല സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് വിഭാഗത്തിലെ അസോസിയേറ്റ് പ്രൊഫസർ ആയിട്ടുള്ള ഡോക്ടർ രാജേഷ് കോമത് സാറെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിക്ക് അധ്യക്ഷത നിർവഹിക്കുന്നതിന് വേണ്ടി ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള നമ്മുടെ HOD ആയിട്ടുള്ള ഡോക്ടർ കവിത ടീച്ചറെ ഞാൻ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി ഈ പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള നമ്മുടെ പ്രിയങ്കരനായ നാഗരാജ് സാറേയും ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഇവിടെ പ്രയർ അവതരിപ്പിച്ച ഫസ്റ്റ് BA എക്കണോമിക്സ് വിദ്യാർത്ഥി യദു കൃഷ്ണയെയും ഈ പരിപാടിയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. അടുത്തതായി അവസാനത്തേക്ക് മാറ്റിവെക്കേണ്ടതല്ല, പക്ഷെ എല്ലാ സ്വാഗതാശംസകളിലും അവസാനം പറയുന്നത് കൊണ്ട് മാത്രം നമുക്ക് ഈ വിഷയത്തിൽ ഒരുപാട് ടെക്നിക്കൽ സപ്പോർട്ട് നൽകിയിട്ടുള്ള ടീച്ചേഴ്സ്, നമ്മുടെയൊക്കെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിച്ചേർന്നിട്ടുള്ള എക്കണോമിക്സ് വിഭാഗം വിദ്യാർത്ഥികൾ, ഡോക്ടർ കുഞ്ഞാമനെ കുറിച്ച് കേൾക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന വിദ്യാർത്ഥികളായ എല്ലാവരെയും ഈ പരിപാടിയിലേക്ക് അസോസിയേഷന്റെ പേരിലും ഡിപ്പാർട്ട്മെന്റിന്റെ പേരിലും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. താങ്ക് യു. അധ്യക്ഷ സ്ഥാനം അലങ്കരിക്കുന്നതിനായി ഗവൺമെന്റ് ചിറ്റൂർ കോളേജിലെ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് HOD ഡോക്ടർ കവിത ടീച്ചറെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ബഹുമാനപ്പെട്ട പ്രിൻസിപ്പൽ, ക്ഷണം സ്വീകരിച്ചെത്തിയ അതിഥി രാജേഷ് കോമത്, നാഗരാജ് സർ, സഹപ്രവർത്തകരെ, വിദ്യാർത്ഥികളെ, പാലക്കാട് ജില്ലയെ സംബന്ധിച്ചിടത്തോളം, സാമ്പത്തിക ശാസ്ത്രത്തെ സംബന്ധിച്ചിടത്തോളം കുഞ്ഞാമൻ സാറിന്റെ വിയോഗം വലിയൊരു നഷ്ടം തന്നെയാണ്. എന്നാൽ ഈ കുറച്ച് വൈകിട്ടാണെങ്കിൽ പോലും നമുക്ക് ഇങ്ങനെ ഒരു അനുസ്മരണ യോഗം നടത്താൻ സാധിച്ചതിൽ ഞാൻ സന്തോഷിക്കുന്നുണ്ട്. പിന്നെ സാറെ കുറിച്ച് പറയുകയാണെങ്കിൽ സാറിന്റെ ജീവിതത്തിൽ ധാരാളം എതിർപ്പുകളും അവഗണനകളും അതുമാതിരി സാമ്പത്തിക പരാധീനങ്ങളൊക്കെ അനുഭവിച്ച ഒരു വ്യക്തിയാണെങ്കിൽ പോലും പിന്നീട് കേരളത്തിലെ സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനായി തന്നെ സാർ അറിയപ്പെട്ടു കഴിഞ്ഞു. സാറിന്റെ ആശയങ്ങൾ, എഴുത്തുകളും ലേഖനങ്ങളും നമുക്കൊരു മുതൽക്കൂട്ട് തന്നെയാണ്. പിന്നെ സാറിന്റെ ആത്മകഥയായ എതിര് എന്നതിന് അന്നത്തെ സാമൂഹിക വ്യവസ്ഥ എന്താണെന്നുള്ളത് വളരെ നന്നായി തന്നെ വിശദീകരിച്ച് തന്നിട്ടുണ്ട്. മുർഷിദിയും എല്ലാവരും പറയണ പോലെ സാറ് MA എക്കണോമിക്സ് വിക്ടോറിയ കോളേജിൽ നിന്നും 1ാം റാങ്കോട് കൂടി പാസ്സായതിനു ശേഷം പിന്നീട് യൂണിവേഴ്സിറ്റി ഓഫ് കേരള, ടാറ്റ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സോഷ്യൽ സയൻസ് എന്നുള്ള സ്ഥാപനങ്ങളിൽ അധ്യാപകനായിട്ട് സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. അങ്ങനെ ഒരു വ്യക്തിയുടെ ആശയങ്ങളെ വിശകലനം ചെയ്യാൻ, സാമ്പത്തിക ആശയങ്ങളെ വിശകലനം ചെയ്യാൻ ഇവിടെ എത്തിച്ചേർന്നിരിക്കുന്നത് രാജേഷ് സാറാണ്. സാറ് കുഞ്ഞാമൻ സാറായിട്ട് വളരെ അടുത്തുള്ള ഒരു പരിചയം ഉണ്ടെന്ന് എനിക്ക് സാറിന്റെ ഫേസ്ബുക്കിലൂടെ ഞാൻ ഇന്നലെ പോയപ്പോൾ മനസ്സിലാക്കാൻ സാധിച്ചത്. അപ്പൊ അങ്ങനെയുള്ളൊരു അധ്യാപകനെ നമ്മുടെ മുന്നിൽ സംസാരിക്കാൻ കിട്ടിയതിൽ വളരെ സന്തോഷമുണ്ട്. പിന്നെ ഒരു കാര്യം എടുത്തു പറയേണ്ടത്, സാറിന്റെ വിയോഗത്തിന് ശേഷം ഇങ്ങനെ ഒരു ഡോക്യുമെന്ററി തയ്യാറാക്കണം എന്നുള്ളത് ഞാൻ സൂചന മുർഷിദയ്ക്ക് കൊടുത്തിരുന്നു. മുർഷിദയുടെ ഒരു അധ്വാനം ഇതിന് നല്ലോണം കൊടുത്തിട്ടുണ്ട്. അപ്പൊ മുർഷിദയുടെ ആ ഒരു അധ്വാനത്തിനെ അഭിനന്ദിക്കാനും കൂടി ഒരു നിമിഷം ഞാൻ ഉപയോഗിച്ചു. ഈ യോഗം ഇനോഗ്രേഷൻ ചെയ്യുന്നതിനായി നമ്മുടെ പ്രിയങ്കരനായ പ്രിൻസിപ്പൽ ഡോക്ടർ രജി സാറെ ഞാൻ ക്ഷണിക്കുന്നു. ഡോക്ടർ കുഞ്ഞാമൻ അനുസ്മരണ പ്രഭാഷണ പരിപാടിയിൽ അധ്യക്ഷത വഹിക്കുന്ന എക്കണോമിക്സ് വിഭാഗം HOD ഡോക്ടർ കവിത ടീച്ചർ, ഇന്ന് മുഖ്യ പ്രഭാഷണം നടത്തുന്ന MG സർവകലാശാല
അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാജേഷ് കോമത്ത്, നാഗരാജ് സാർ, അസോസിയേഷൻ സെക്രട്ടറി മുർഷിദ, പ്രിയപ്പെട്ട അധ്യാപക യൂണിയൻ ചെയർമാൻ സുജിത്, വിദ്യാർത്ഥികൾ എല്ലാവർക്കും നമസ്കാരം. വളരെ നല്ല, അതായത് ഒരു സാധാരണ മുർഷിദയുടെ സ്വാഗത പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ തന്നെ കേരളം സംഭാവന ചെയ്ത ഏറ്റവും നല്ല ഒരു അധ്യാപകൻ, ഗവേഷകൻ, ചിന്തകൻ ആയിരുന്നു ഡോക്ടർ കുഞ്ഞാമൻ സാർ എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവുമില്ല. എന്നെ സംബന്ധിച്ചോളം കുഞ്ഞാമൻ സാറിനെ എന്നെ അറിയത്തില്ലെങ്കിലും ഞാൻ കുഞ്ഞാമൻ സാറിനെ ഒരു 3-4 വർഷം നിരന്തരം എല്ലാ ദിവസവും കണ്ടുകൊണ്ടിരുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ ഞാൻ കാര്യമായിട്ട് ഗവേഷണം നടത്തുമ്പോൾ സാർ അവിടെ, ഞാൻ ഒരു റിസർച്ച് സ്കോളറായിട്ട് അവിടെ സ്റ്റുഡൻ്റായിട്ട് അവിടുത്തെ ഹോസ്റ്റലിൽ താമസിക്കുമ്പോൾ മാത്തമാറ്റിക്സ് ഡിപ്പാർട്ട്മെൻറ്റിൽ ആയിരുന്നു ഞാൻ ഗവേഷണം നടത്തുന്നത്. സാറിപ്പം നിരന്തരമായി ക്യാമ്പസിൽ കൂടി വളരെ പെട്ടെന്ന് വളരെ ഗഹനമായ ഒരു കട്ടിയുള്ള ഗ്ലാസ്സൊക്കെ വെച്ച് ഇങ്ങനെ കുനിഞ്ഞ് സ്പീഡിൽ നടന്നു പോകുന്ന എല്ലാ ദിവസവും ഞാൻ കാണുന്ന ഒരു കാഴ്ചയായിരുന്നു. അപ്പോൾ തന്നെ സാറ് അധികം പേരോട് സംസാരിക്കുന്നത് നടന്നു പോകുമ്പോഴെങ്കിലും സംസാരിച്ച് ഞാൻ കണ്ടിട്ടില്ല. എന്നാൽ സാറിന് അതുവഴി കടന്നു പോകുമ്പോൾ തന്നെ സാറിനെ അതുവഴി പാസ് ചെയ്യുന്നവർക്കൊക്കെ തന്നെ പരസ്പരം പറയാറുണ്ട് ഇത് കുഞ്ഞാമൻ സാറാണ്, അറിയാത്തവർക്ക് പറഞ്ഞു കൊടുക്കാറുണ്ട്. അത്രയധികം പ്രഗത്ഭനായിട്ടുള്ള ഒരു അധ്യാപകനായിരുന്നു കുഞ്ഞാമൻ സാർ. അദ്ദേഹത്തെ പറ്റി കൂടുതൽ കാര്യങ്ങൾ രാജേഷ് സാറിലൂടെ പറയും. പലപ്പോഴും അധ്യാപകരുടെ ഗവേഷണങ്ങളൊക്കെ, ഞാൻ ഉൾപ്പെടെയുള്ള കോളേജ് സർവകലാശാല അധ്യാപകരുടെയൊക്കെ ഗവേഷണങ്ങളൊക്കെ എന്തിനു വേണ്ടി ചോദിച്ചു കഴിഞ്ഞാൽ കരിയർ അഡ്വാൻസ്മെന്റിന് വേണ്ടിയാണ് ഒന്നാമത്തെ ഉത്തരം. പിന്നെ രണ്ടാമത്തെ ഉത്തരം കുറച്ചുകൂടെ സീരിയസ് ആയിട്ടൊക്കെ ഗവേഷണം നടത്തി കഴിഞ്ഞാൽ ഏതെങ്കിലും രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കുന്ന എന്തെങ്കിലും അത്യാവശ്യം പേരൊക്കെ കിട്ടുവാണെങ്കിൽ ഏതെങ്കിലും സ്ഥാനങ്ങളൊക്കെ കിട്ടും. അത് സിൻഡിക്കേറ്റ് മുതൽ വൈസ് ചാൻസലർ വരെ പല തലത്തിനനുസരിച്ച് ഇങ്ങനെ വെച്ചു കൊടുക്കും. എന്നാൽ അക്കാദമിക് മേഖലയിലുള്ളവരുടെ യഥാർത്ഥമായ ഉദ്ദേശം എന്ന് പറഞ്ഞാൽ സമൂഹത്തെ പുനർനിർമ്മിക്കുക എന്നുള്ള ഒരു വ്യക്തമായ കാഴ്ചപ്പാടോടുകൂടി താൻ അനുഭവിച്ച വിവേചനം ഇനി അടുത്ത തലമുറയ്ക്ക് അനുഭവിക്കാൻ ഇടവരുതെന്നും നമ്മുടെ നീതിന്യായ വ്യവസ്ഥയിലും ഭരണഘടനയിലും ഒക്കെ ഉള്ള പാളിച്ചകളെയും വിള്ളലുകളെയും ഒക്കെ തന്നെ വളരെ ശക്തമായ ഭാഷയിൽ, അത് മുഖം നോക്കാതെ ആരുടെ ഔദാര്യത്തിന് വേണ്ടി സമ്മാനത്തിന് വേണ്ടി കാത്തു നിൽക്കാത്ത വ്യക്തി ആയിരുന്നത് കൊണ്ട് തന്നെ ആരുടെയും മുമ്പിൽ തലകുനിക്കേണ്ടിയും വന്നിട്ടില്ല. പലപ്പോഴും അധ്യാപകർക്ക് മാതൃകയാണ്, ഗവേഷകർക്ക് മാതൃകയാണ്. നമുക്കിന്നറിയാം, ഞാനീ പറഞ്ഞ കാര്യം വളരെ പ്രസക്തമാണ്. ഒരിക്കൽ പോലും ഒരാൾ ആ ഗവേഷണം ചെയ്ത വ്യക്തി അല്ലാതെ വേറെ ആരും വായിച്ചിട്ടില്ലാത്ത വലിയ പ്രബന്ധങ്ങളുമായിട്ടാണ് പല അക്കാദമിക് മേഖലയിലുള്ളവർ യാത്ര ചെയ്യുന്നത്. എന്നാൽ സമൂഹത്തെ മാറ്റിമറിക്കുന്ന ഇതുപോലെയുള്ള വ്യക്തികൾ കേരളത്തിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് വലിയൊരു അഭിമാനമാണ്. നിങ്ങളെപ്പറ്റി ഉദ്ദേശിക്കുന്നത് അത് തന്നെയാണ്. ഞങ്ങളോട് ഇത് സംസാരിച്ചിട്ട് കാര്യമില്ല. കാരണം ഞാൻ പറഞ്ഞതുപോലെ ഞങ്ങളുടെയൊക്കെ മൈൻഡ് സെറ്റ് പലരുടെയും, ഞാൻ എന്നെ ഉദ്ദേശിച്ച് പറഞ്ഞാൽ ഒരു ആവറേജ് അധ്യാപക സമൂഹത്തിൽ, അത് കോളേജ് സർവകലാശാല മേഖലയിൽ കേരളത്തിലുള്ള ഒട്ടുമിക്ക പേരുടെയും, കേരളത്തിലും ഇന്ത്യയിലുള്ളവരുടെ എടുത്ത് നോക്കുകയാണെങ്കിൽ നമ്മുടെ പ്രൊഫൈൽ വർദ്ധിപ്പിക്കാൻ വേണ്ടിയുള്ള, ഇൻഡെക്സ് വർദ്ധിപ്പിക്കാൻ വേണ്ടിയൊക്കെയുള്ള, അല്ലെങ്കിൽ പബ്ലിക്കേഷൻ്റെ എണ്ണം വർദ്ധിപ്പിക്കാനുള്ള ഗവേഷണങ്ങളാണ് നടക്കുന്നത്. ഒരു പരസ്യമായിട്ടുള്ള ഒരു രഹസ്യമാണ്. എന്നാൽ ഒരു സമൂഹത്തെ മാറ്റാൻ വേണ്ടി ഗവേഷണം എങ്ങനെ ചെയ്യാം എന്നുള്ളതിൻ്റെ ഏറ്റവും നല്ല ഉദാഹരണമാണ് കുഞ്ഞാമൻ സാർ ഒരിക്കൽ കൂടി അടിവരയിട്ട് പറഞ്ഞുകൊണ്ട് ഇങ്ങനൊരു മഹത്തായ ഒരു അധ്യാപകനെ കേരളത്തിന് ലഭിച്ചതിൽ ഉള്ള സന്തോഷം അറിയിച്ചുകൊണ്ട് നിങ്ങളെല്ലാവരുടെയും അനുവാദത്തോടുകൂടി ഈ പരിപാടി ഉദ്ഘാടനം ചെയ്തതായിട്ട് അറിയിച്ചുകൊള്ളു. മുഖ്യപ്രഭാഷണം നടത്തുന്ന MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാജേഷ് കോമത്തിനെ 2 വാക്ക് സംസാരിക്കുന്നതിനായി ക്ഷണിക്കുന്നു. വേദിയുടെ അധ്യക്ഷയായിട്ടുള്ള കവിത ഡോക്ടർ കവിത AC, റിനാഗേറ്റ് ചെയ്തിട്ടുള്ള ഡോക്ടർ റെജി ക്ലബ് പ്രിൻസിപ്പാൾ, നാഗരാജ് സാർ,
വളരെ ചിട്ടയോടുകൂടി ഈ ഒരു പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളൂ എന്ന് മനസ്സിലാക്കുന്നു. കുഞ്ഞാമൻ മാഷിൻ്റെ മരണത്തിന് ശേഷം പല കോളേജുകളിലും പല സ്ഥാപനങ്ങളിലും ഒക്കെ അനുസ്മരണ സമ്മേളനം നടക്കാറുണ്ട്. ഇവിടെ വരുമ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം, കുഞ്ഞാമൻ സാറ് ജനിച്ചിട്ടുള്ള ഒരു പ്രദേശത്തിൻ്റെ ഭാഗമാണ് ഈ ചിറ്റൂർ, പാലക്കാടിൻ്റെ ഒരു. അദ്ദേഹത്തിൻ്റെ തന്നെ ജനിച്ചു വളർന്ന കുട്ടിക്കാലം ചെലവഴിച്ച ഒരു പ്രദേശത്ത്, ആ പ്രദേശത്ത് ഒരു കോളേജ്, കുഞ്ഞാമൻ സാറെ അനുസ്മരിക്കുക എന്ന് പറയുന്നത് ഒരു എന്താ നമ്മൾ പറയുക, സ്വന്തം വീട്ടിലേക്കുള്ളൊരു മടക്കം, അങ്ങനെയൊക്കെ നമുക്ക് പറയാം. അതോടൊപ്പം തന്നെ അദ്ദേഹം പുസ്തകത്തിലൊക്കെ പലയിടങ്ങളിലും പറഞ്ഞിട്ടുള്ള പലതരം ജീവിതാനുഭവങ്ങളൊക്കെ വിവരിച്ചിട്ടുള്ളത് ഈ പ്രദേശങ്ങളിലൊക്കെ ഉണ്ടായിട്ടുള്ള ജാതീയവും അല്ലാത്തതുമൊക്കെ ആയിട്ടുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ അർത്ഥത്തിൽ കുഞ്ഞാമൻ സാറിൻ്റെ ഒരു മെമ്മറിയെ, ഓർമ്മയെ നിലനിർത്താനും ആ ഓർമ്മയെ സാമ്പത്തിക ശാസ്ത്ര വിദ്യാർത്ഥികൾക്കെങ്കിലും വളരെ ഗഹനമായി മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സന്ദർഭം ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ ശ്ലാഘനീയവും പ്രശംസനീയവുമാണ്. അതിന് ഇക്കണോമിക് അസോസിയേഷൻ സെക്രട്ടറി മുർഷിദ VS നേതൃത്വം നൽകിയിരിക്കുന്നു എന്ന് പറയുന്നു. വളരെ നല്ല രീതിയിലുള്ള ഒരു ഡോക്യുമെൻ്ററി പ്രദർശിപ്പിക്കാൻ പോകുന്നു. യഥാർത്ഥത്തിൽ മുർഷിദ VS എന്നെ വിളിച്ച് ഒരു സാറാണ് ഇതിന് ഏറ്റവും പറ്റിയ ആള്, സാറ് എന്ന് വന്നത് സംസാരിക്കണം എന്ന് ഏതാണ്ടൊരു ഞാൻ വരുമെന്നുള്ള ഉറപ്പിൽ ആദ്യം തന്നെ സ്വീകരിച്ചുകൊണ്ട് എന്നോട് പറയും. ഞാൻ പിന്നെ ഇനി ഞാൻ വരാൻ. അപ്പൊ അതേ അങ്ങനെ പറയുമ്പോൾ എനിക്ക് മനസ്സിലുണ്ടായ കാര്യം എന്ന് പറഞ്ഞാല് ആ ഒരു ധൃതിയാണ്, നടക്കണം, ഈ കാര്യം നടക്കണം. അല്ല സാറിന് എപ്പോഴൊന്നും സമയമുണ്ടോ, എപ്പോഴാണ് ശരിയായ, അങ്ങനെയല്ല. ഷി വാണ്ട് ടു മേക്ക് ഇറ്റ് പോസിബിൾ. അതുകൊണ്ട് മുർഷിദയുടെ എല്ലാ പ്രവർത്തനത്തിനും അവള് ഇവിടെ നൽകിയിട്ടുള്ള എല്ലാ അധ്വാനത്തെയും മാനിച്ചുകൊണ്ട് ഇത്തരം ഒരു സന്ദർഭം ഉണ്ടായതിൽ ഈ പരിപാടി നന്നായി പര്യവസാനിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് പരിപാടിക്ക് ആശംസ അറിയിക്കുന്നതിനായി ഗവൺമെന്റ് കോളേജ് ചിറ്റൂർ യൂണിയൻ ചെയർമാൻ സുജിത്തേടിനെ ക്ഷണിക്കുന്നു. വേദിയിൽ സദസ്സിലുള്ള വിശിഷ്ട വ്യക്തികൾ, പ്രിയപ്പെട്ട അധ്യാപകർ, അതിലുപരി എൻ്റെ പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കൾ, നമ്മുടെ ക്യാമ്പസിനകത്തെ ഡിപ്പാർട്ട്മെന്റ് അസോസിയേഷനുകൾ സ്വതന്ത്രമായിക്കൊണ്ട് ഇത്തരത്തിലൊരു പരിപാടി ചെയ്യുന്നു എന്നുള്ളത് ഒരു കോളേജ് യൂണിയൻ ഭാരവാഹി എന്ന നിലയ്ക്ക് വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. എക്കണോമിക്സിനകത്ത് കുഞ്ഞാമൻ സാറിനെ കുറിച്ച് ഒരു പരിപാടി നടത്തുന്ന അസോസിയേഷൻ സെക്രട്ടറി പറഞ്ഞപ്പോൾ വളരെ പോസിറ്റീവായിട്ടാണ് ഞാനും നമ്മളത് കോളേജ് യൂണിയൻ എന്ന രീതിക്ക് അതിനെ കണ്ടത്. കാരണം ഡിപ്പാർട്ട്മെന്റുകൾക്കകത്ത് വിദ്യാർത്ഥികൾ ഇത്തരത്തിൽ ഇനീഷ്യേറ്റീവ് എടുക്കുന്ന പരിപാടികൾ ഉണ്ടാവണം എന്നുള്ളത് തന്നെയാണ് നമ്മളുടെയും ഒരു ആവശ്യം. അല്ലെങ്കിൽ ആ വിദ്യാർത്ഥികൾ പരിപാടികൾ സംഘടിപ്പിക്കുന്നവരായിക്കൊണ്ട് മുന്നോട്ട് വരിക എന്നുള്ളത് വലിയൊരു കാര്യം. കാരണം വെറുതെ ക്ലാസ്സിനകത്ത് ഇരിക്കുക മാത്രമല്ല, ക്ലാസ്സിനകത്ത് ടീച്ചർമാർ തരുന്നത് പഠിക്കുക എന്നുള്ളതിനപ്പുറത്തേക്ക് ഇത്തരത്തിൽ നമ്മൾ പഠിക്കുന്ന മേഖലയുമായി കൂടുതൽ അറിവുകൾ നേടാൻ നമ്മൾ നേരിട്ട് ഇറങ്ങുന്ന ഒരു പ്രവർത്തനം. തേർഡ് ഇയറിൽ പ്രൊജക്റ്റ് ഒക്കെ ആകുമ്പോഴാണ് കുറെ ആളുകൾ അങ്ങനെയൊക്കെ ഒരു പുറകോട്ട്, തേർഡ് ഇയറിലും PG സെക്കൻഡ് ഇയറിലൊക്കെ ഇപ്പോൾ ഇത്തരത്തിൽ നമ്മുടെ മേഖലയുമായി ബന്ധപ്പെട്ട് കൂടുതൽ അറിവുകൾ ശേഖരിക്കാനും, പ്രത്യേകിച്ച് കുഞ്ഞാമൻ സാറിനെ പോലെ ഒരാളെ ഡോക്യുമെന്ററി പ്രദർശിപ്പിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ആ ഡോക്യുമെന്ററി
കാണണം എന്നുള്ളതിലാണ് ഞാനും പ്രധാനമായിട്ട് വന്നത്. ഞാനപ്പോ ആദ്യമേ ഇവിടെ വന്നപ്പോഴേ ചോദിച്ചു ഡോക്യുമെന്ററി എപ്പോഴായിരിക്കും പ്രദർശിപ്പിക്കുക എന്നുള്ളതാണ് ഞാൻ ചോദിച്ചത്. അത് കാണാൻ വേണ്ടിയിട്ടാണ് എന്നുള്ളതാണ്. എന്നെ സംബന്ധിച്ച് വളരെ വ്യക്തിപരമായ കൊണ്ടുകൂടി പറയുകയാണെങ്കിൽ വളരെ സന്തോഷമുള്ള ഒരു മൊമെന്റ് ആണത്. കാരണം കുഞ്ഞാമൻ സാറ് പറയുന്നത് ജനിച്ചു വളർന്നത് എന്റെ നാട്ടിലാണെന്നുള്ളൊരു സന്തോഷമുള്ള ഒരു കാര്യമാണ്. പട്ടാമ്പിയിലാണ് ആൾ ജനിച്ചു വളർന്നത്. പട്ടാമ്പിയിലെ എന്റെ പഞ്ചായത്തിന്റെ വാരണാകുർശി എന്ന സ്ഥലത്താണ് കുഞ്ഞാമൻ സാറ് ജനിച്ചതും. നമ്മുടെ പാലക്കാട് ഉള്ള ഒരു കോളേജിലാണ് അദ്ദേഹം MA പഠിച്ചത് ഉൾപ്പെടെയുള്ള കാര്യങ്ങളൊക്കെ. അദ്ദേഹത്തെ കുറിച്ചൊന്നും പ്രത്യേകിച്ച് നിങ്ങൾ ആരുടെ പറയേണ്ട ആവശ്യമൊന്നുമില്ല. കാരണം അദ്ദേഹത്തിന്റെ ആ കാലത്ത് നമ്മൾ ആലോചിക്കുന്നത്, ഒരു കാലത്ത് ജാതി വിവേചനം ഉണ്ടായിരുന്ന കാലത്ത് അക്കാഡമിക് രംഗത്ത് വളരെ വലിയ സംഭാവനകൾ നൽകിക്കൊണ്ട് ഉന്നതമായ പഠന വിജയം നേടിക്കൊണ്ടാണ് പിന്നീട് നമ്മൾ അദ്ദേഹത്തിന് അനുസ്മരിക്കുന്ന രീതിയിലേക്ക് വലിയൊരു ഇൻവോൾവ്മെന്റ് നമ്മൾ വിദ്യാർത്ഥികളിലും അധ്യാപകരും ഉൾപ്പെടെയുള്ള സമൂഹത്തിനിടയിൽ ഉണ്ടാക്കിയെടുക്കുന്നതാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിനെ ഓർത്തെടുക്കുന്ന ഈ ഒരു ചടങ്ങിനകത്ത് പങ്കെടുക്കാൻ പറ്റിയെന്നുള്ള വലിയ സന്തോഷമുള്ള കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ പരിപാടിയിൽ പങ്കെടുക്കുന്ന മുഴുവൻ വിദ്യാർത്ഥി സുഹൃത്തുക്കളെയും നിങ്ങൾക്ക് ഈ പരിപാടി ഇതിനകത്ത് പ്രദർശിപ്പിക്കുന്ന ഡോക്യുമെന്ററി ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് വലിയ ഉപകാരമാവട്ടെ എന്നുള്ളതും പരിപാടി സംഘാടകർക്കും പങ്കെടുക്കുന്ന വിദ്യാർത്ഥികൾക്കും കോളേജ് യൂണിയന്റെ നേതൃത്വത്തിലുള്ള എല്ലാവിധ ആശംസകളും അറിയിക്കാം. നന്ദി അറിയിക്കുന്നതിനായി ഗവൺമെന്റ് കോളേജ് ചിറ്റൂർ എക്കണോമിക്സ് ഡിപ്പാർട്ട്മെന്റ് അസിസ്റ്റന്റ് പ്രൊഫസറും പരിപാടിയുടെ സ്റ്റാഫ് കോർഡിനേറ്ററുമായ നാഗരാജ് സാറെ ക്ഷണിക്കുന്നു. വേദിയിലിരിക്കുന്ന അധ്യാപകർ, എൻ്റെ പ്രിയ വിദ്യാർത്ഥികൾ, നമുക്ക് അറിയാം കുഞ്ഞാൻ സാറ് സാറ് 20-ാം നൂറ്റാണ്ടിലും 21-ാം നൂറ്റാണ്ടിലും പ്രഗത്ഭനായ ഒരു സാമ്പത്തിക ശാസ്ത്രജ്ഞനാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. ഒരു അധ്യാപകൻ എത്രത്തോളം തിക്താനുഭവങ്ങൾ നേടിയെന്നതും അതിലൂടെ എങ്ങനെ വികസനം ഉണ്ടാക്കാം, തിക്താനുഭവം നമുക്ക് എങ്ങനെ വികസനം ഉണ്ടാക്കാം എന്ന് കാണിച്ചു തന്ന സാറാണ്. നാം പരിപാടിയിലേക്ക് നേരിട്ട് കിടക്കുകയാണ്. നന്ദി പ്രകടിപ്പിക്കുന്നു. നമ്മുടെ ക്ഷണം സ്വീകരിച്ചു വന്നിരുന്ന നമ്മുടെ പ്രിൻസിപ്പൽ രജി സാറിന് എൻ്റെ പേരിലും കോളേജിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. അതുപോലെ നമ്മളുടെ ചീഫ് ഗസ്റ്റ് ആയിട്ടുള്ള രാജേഷ് സാറിന് നമ്മളുടെ പേരുകളിൽ കോളേജിൻ്റെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നമ്മുടെ ഡിപ്പാർട്ട്മെൻറ്റിലെ HOD കവിത ടീച്ചർ, പിന്നെ നമ്മുടെ ചെയർമാനായിട്ടുള്ള സുജിത് സാർ, ഉഷിത എന്നിവർക്ക് നിങ്ങളുടെ പേരിലും എൻ്റെ പേരിലും എല്ലാവരുടെ പേരിലും നന്ദി രേഖപ്പെടുത്തുന്നു. നന്ദി, നമസ്കാരം. അധ്യക്ഷയുടെ അനുവാദത്തോടെ ഉദ്ഘാടന സെക്ഷൻ അവസാനിച്ചതായി പ്രഖ്യാപിക്കുന്നു. അടുത്തതായി മുഖ്യ പ്രഭാഷണം നടത്തുന്നതിനായി MG യൂണിവേഴ്സിറ്റി സ്കൂൾ ഓഫ് സോഷ്യൽ സയൻസ് അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ രാജേഷ് കൊമ്മത്തിനെ ക്ഷണിക്കുന്നു.